പ്രവാസി കഥ. ഈ പ്രവാസി കഥ പ്രവാസികളുടെ ഭാര്യമാരും പ്രവാസികളുടെ കുടുംബക്കാരും എല്ലാവരും തീർച്ചയായും കേൾക്കണം. ആവുന്നെങ്കിൽ പ്രവാസിയുടെ ഭാര്യയാവണം എന്ന് പറഞ്ഞു നീ എഴുതിയ ആ കത്ത് ഞാനടക്കമുള്ള പ്രവാസിയുടെ നെഞ്ചൊന്ന് പിടപ്പിച്ചപ്പോൾ ഞങ്ങളെ മനസ്സോ പെണ്ണെ നീ അറിയാതെ പോയത്. കാത്തിരുന്ന് കഫീലിന്റെയോ മാനേജറുടെയോ കൈയും കാലും പിടിച്ചു കിട്ടുന്ന ലീവിന് നാട്ടിലേക്ക് പുറപ്പെട്ടപ്പോൾ നിന്റെയും മക്കളുടെയും തിളങ്ങുന്ന കണ്ണ് കാണാനാ പെണ്ണ്. പൈസ ഇല്ലെങ്കിൽ കടം വാങ്ങിയിട്ടാണേലും നാട്ടിൽ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോയില്ല എന്ന് ജാടക്ക് പറയുന്ന ഞങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നതിൽ കൂടുതൽ സാധനം വാങ്ങി വരുന്നത്. നാട്ടിലെത്തിയാൽ വീടും തൊടിയും ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കവലകളിൽ പോയി നിറങ്ങാൻ അറിയാഞ്ഞിട്ടോ ബൈക്ക് എടുത്ത് ചുറ്റാൻ അറിഞ്ഞാഞ്ഞിട്ടോ അല്ല പെണ്ണെ. നാളെ തിരിച്ചു പോയാൽ ഒറ്റമുറിക്കുള്ളിലെ ഇരുമ്പ് കട്ടിലിൽ കിടന്ന് നിന്നോടും മക്കളോടും ഒപ്പമുള്ള വിശേഷം മനസ്സിൽ കൊണ്ടു നടക്കാനാ, അത് കണ്ട് സന്തോഷിക്കാനാ. ലീവ് തീരാറായി എന്നറിയുന്ന നീ അത് നീട്ടിക്കിട്ടുമോ എന്ന് ചോദിച്ച് കണ്ണു നിറക്കുമ്പോൾ ഒന്നും പറയാതെ മുറ്റത്തേക്ക് ഇറങ്ങി നടക്കുന്നത് കണ്ണിലെ നനവ് നീ കാണാതിരിക്കാനാടോ. എപ്പോഴാ നീ വന്നത്, എപ്പോഴാ നീ പോകുന്നത്? നാട്ടുകാരുടെ സ്ഥിരം ചോദ്യത്തിന് സങ്കടം ഉള്ളിലൊതുക്കി ചിരിച്ചുകൊണ്ട് മറുപടി കൊടുക്കുന്ന ഞങ്ങൾ ഇടവഴിയിൽ കാണുന്ന പല മുഖങ്ങളും തിരിച്ചറിയാൻ കഴിയാതെ സ്വന്തം വീട്ടുകാർക്ക് വിരുന്നുകാരായി, മക്കൾക്ക് കളിപ്പാട്ടം കൊണ്ടുവരുന്ന ആളായി, നാട്ടുകാർക്ക് ഗൾഫുകാരനായി, അങ്ങനെ പല പേരിലും ഞങ്ങൾ ജീവിക്കുന്നു. തിരിച്ചു പോരുമ്പോൾ അഴിച്ചു വെച്ച ഷർട്ട് ഓർമ്മക്കായി നിങ്ങൾ എടുത്തു വെക്കുമ്പോൾ ഒരു കഷ്ണം തുണി പോലും ഞങ്ങൾ കൊണ്ടുവരാറില്ല. പകരം നിങ്ങളോട് ഒന്നിച്ച് ചിലവിട്ട ദിവസങ്ങളിലെ ഓർമ്മയാണ് പെണ്ണെ ഞങ്ങൾ പ്രവാസികളുടെ കൽബിലെ കുളിര്. പടിയിറങ്ങുമ്പോൾ നിന്റെ കവളിൽ നിനക്ക് മുത്തം തരുന്നത് എന്തിനാണെന്നറിയോ പെണ്ണെ? നാളെ ഒരു പക്ഷേ ആണിയടിച്ച പെട്ടിയിലായിരിക്കും എന്റെ മടക്കമെങ്കിൽ ഒരു മുത്തം തരാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ എന്ന് ഓർത്തിട്ടാ. പടിയിറങ്ങുമ്പോൾ ഞങ്ങളുടെ കണ്ണു നിറഞ്ഞു. നീ കാണില്ല പെണ്ണെ, കാരണം അപ്പോഴേക്കും ഞങ്ങളുടെ മനസ്സ് ഞങ്ങൾ കരിങ്കല്ലാക്കി മാറ്റിയിട്ടുണ്ടാവും. നിന്റെ കയ്യിലടിച്ച സത്യങ്ങളെല്ലാം പാലിച്ചാലും വല്ലപ്പോഴും ഒരു സിഗരറ്റിന് തീ കൊളുത്തുന്നത് നിന്നെയും മക്കളെയും പിരിഞ്ഞതിന്റെ വിഷമം മാറ്റാനാണ്. തിരിച്ചു വന്നാൽ തടി മെലിഞ്ഞുപോയി എന്ന് പറഞ്ഞ് നിങ്ങളുടെ കൈകൊണ്ട് വിളമ്പി തരുമ്പോഴാണ് തന്നെ മരുഭൂമിയിലെ ചൂടിൽ വെന്തൊരുക്കിയ ഞങ്ങളെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുന്നത്. ഒഴിവ് കിട്ടുന്ന സമയത്തെല്ലാം മാറിൽ തല ചായ്ച്ച് നിങ്ങൾ മയങ്ങുമ്പോൾ ഇടനെഞ്ചിലേക്ക് നിങ്ങളുടെ കണ്ണുനീരിന്റെ ചൂട് പടരുമ്പോൾ ഞങ്ങളുടെ കണ്ണ് നനയാത്തത് പെയ്തൊഴിയാൻ കണ്ണുനീര് ബാക്കിയില്ലാത്തത് കൊണ്ടാണെന്ന് നീ മനസ്സിലാക്കണം പെണ്ണെ. പടിയിറങ്ങുമ്പോൾ പോവാതിരുന്നൂടെ, എന്നും നാട്ടിൽ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ മനസ്സിൽ ഞങ്ങളും ചോദിക്കാറുണ്ട് പെണ്ണെ, ആർക്കു വേണ്ടിയാണ് ഞങ്ങൾ ഈ കടലിൽ കിടക്കുന്നതെന്ന്. പ്രവാസിയാവാൻ വിധിക്കപ്പെട്ട പേരിൽ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിലും അറിയാതെ ഈ പ്രവാസത്തെ ഇഷ്ടപ്പെടുന്നത് തന്റെ കുടുംബം അല്ലലില്ലാതെ കഴിയുന്നത് കാണാനടാ. ആഗ്രഹമുണ്ട് പെണ്ണെ, നല്ലൊരു മകനായി, നല്ലൊരു ഭർത്താവായി, നല്ലൊരു ഉപ്പയായി, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനായി ജീവിച്ചു മരിക്കാൻ. അതിനീ പ്രവാസിയായിട്ടാണെങ്കിൽ അങ്ങനെ, നടനായിട്ടാണെങ്കിൽ അങ്ങനെ. ജീവിതം നഷ്ടപ്പെട്ട, ജരാനരകൾ ബാധിച്ച് രോഗവും പേറി ചണ്ടിയായി ശരീരം കൊണ്ട് ഞങ്ങൾ കടല് കടന്നു വരുമ്പോൾ മനസ്സിൽ പോലും പറയല്ല പെണ്ണെ, ഇത്രയും കാലം നിങ്ങൾ എന്തുണ്ടാക്കിയെന്ന്. വേദന മാത്രം തിന്ന് ജീവിച്ച ഈ ശരീരത്തിന് അത് താങ്ങിയെന്ന് വരില്ല.